ഓണം എത്തിയതോടെ കാർഷിക വിപണികൾ കൂടുതൽ സജീവമായി. മാവേലിക്കര താമരക്കുളം പച്ചക്കറി ക്ലസ്റ്റർ വിപണിയിൽ ഈ വർഷം എത്തിയത് ഇരട്ടിയിലധികം സാധനങ്ങൾ. കാട്ടുപന്നി ശല്യവും കാലം തെറ്റിപ്പെയ്യുന്ന മഴയും പ്രതിസന്ധിയെന്നാണ് കർഷകർ പറയുന്നത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പബ്ലിക് മാർക്കറ്റിൽ കൃഷിഭവന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ വിപണിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി പച്ചക്കറികളും കാർഷിക വിളകളുമാണ് ബുധനാഴ്ച എത്തിയത്. ഏത്തക്കുല, പടവലം, പയർ, പാവയ്ക്ക, പച്ചമുളക്, കോവൽ, വെള്ളരിക്ക, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവ ധാരാളമായി എത്തിയിരുന്നു. മുന്തിയ ഏത്തക്കുല കിലോയ്ക്ക് 75 മുതൽ 80 രൂപ വരെയാണ് ലേലം പോയത്. വെള്ളരി 20, പടവലം 30, കോവൽ 50, പയറിന് 80, ഇഞ്ചിക്ക് 250 വില ലഭിച്ചപ്പോൾ പാവയ്ക്കയ്ക്ക് വിലയിടിവായിരുന്നു. 50 രൂപയ്ക്കാണ് പാവയ്ക്ക ലേലം പോയത്. കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ വലിയ പ്രതിസന്ധിക്കിടയിലും കൃഷിക്കാർ പിന്നോക്കം പോകാത്തതാണ് ഇത്രയധികം പച്ചക്കറികളും കാർഷിക വിളകളും എത്താൻ കാരണമായതെന്ന് വിപണി ഭാരവാഹികളായ KR രാമചന്ദ്രൻ, രത്നാകരൻ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഓണച്ചന്തയുടെ ഉൽപ്പന്നങ്ങൾ വന്നതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഈ വിപണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ കാട്ടുപന്നിയുടെയും മഴക്കെടുതിയുടെയും വേനലിൻ്റെയും അപാകതയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും കർഷകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ വിപണിയിൽ ഇന്ന് ഇത്രയും അധികം ഉൽപ്പന്നങ്ങൾ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.